നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 970th day. Today 14th sloka of Pradhamaskandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 970 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം. ഹിരണ്യം ഗാമഹീം ഗ്രാമാൻ ഹസ്ത്യശ്വാൻ നൃപതിർവരാൻ പ്രാതാസ്വന്നം ച വിപ്രേഭ്യ പ്രജാതീർത്ഥേ സതീർത്ഥവിത്. ഓം തത്സത്. ഹിരണ്യം ഗാമഹീം ഗ്രാമാൻ ഹസ്ത്യശ്വാൻ പ്രാതാസ്വന്നം ച വിപ്രേഭ്യ പ്രജാതീർത്ഥേ സതീർത്ഥവിത്. ഓം ശ്രീകൃഷ്ണായ നമഃ. പദം പിരിക്കേണ്ടത് ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്ത്യ അശ്വ നൃപതിർ വരാൻ ഹസ്ത്യശ്വാൻ നൃപതിർ വരാൻ പ്രാതാത് സ അന്നം ച വിപ്രേഭ്യ പ്രജാതീർത്ഥേ സ തീർത്ഥവിത്ത്. തീർത്ഥവിത്ത് എന്ന് പറഞ്ഞാൽ സൽക്കാരത്തെ നന്നായി അറിയുന്ന. സ നൃപതി ആ രാജാവ്. പ്രജാതീർത്ഥേ സന്താനം ലഭിച്ചതായിട്ടുള്ള ആ പുണ്യകാലത്തിൽ വിപ്രേഭ്യ വേദപാരകന്മാരായ ബ്രാഹ്മണർക്കായിക്കൊണ്ട് സ്വന്നം ശോഭനമായ സ അന്നം, അതായത് സ എന്ന് പറയുന്നത് എല്ലാം നന്മയ്ക്കുള്ള ശോഭനമായതിനെയാണ് സ ചേർത്ത് നമ്മൾ പറയുന്നത്. സ അന്നം സ്വന്നം ശോഭനമായ അന്നത്തെയും വരാൻ ശ്രേഷ്ഠങ്ങളായ ഹസ്ത്യശ്വാൻ അസ്ഥി ആന, അശ്വാൻ കുതിര, അസ്ഥ്യശ്വാൻ ആനകൾ കുതിരകൾ ഇവയെയും, ഹിരണ്യം സ്വർണത്തെയും, ഗാം പശുവിനെയും, മഹീം ഭൂമിയെയും, ഗ്രാമാൻ ഗ്രാമങ്ങളെയും പ്രാതാ ദാനം ചെയ്തു. അതായത് ദാനം ചെയ്യുവാൻ ശരിക്കും അറിയാവുന്ന ധർമ്മപുത്രർ. ദാനം ചെയ്യാനും അറിയണം. സമയം കാലം ദേശം എല്ലാം നോക്കിയിട്ട് വേണം. പാത്രം ദേശം കാലം ആർക്ക് എപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് അറിഞ്ഞു വേണം ദാനം ചെയ്യാൻ. ഇതൊക്കെ ശരിയായിട്ട് അറിഞ്ഞിരിക്കുന്ന ധർമ്മപുത്രർ. യുധിഷ്ഠിര മഹാരാജാവ് ആ പുത്രൻ ജനിച്ച ശുഭമുഹൂർത്തത്തിൽ ബ്രാഹ്മണന്മാർക്കായിക്കൊണ്ട് നന്നായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാർക്കായിക്കൊണ്ട് ആ പുണ്യകാലത്തിൽ പരമമായ അന്നത്തെയും, അതായത് നല്ലതായിട്ടുള്ള അന്നത്തെയും, സ്വർണം, പശു, ഭൂമി, ഗ്രാമങ്ങൾ, കുതിരകൾ, ആനകൾ ഇവയുമൊക്കെ ദാനം ചെയ്തു എന്ന് പറയുകയാണ്. ആ സന്താനമുണ്ടായ അവരുടെ എല്ലാ മക്കളെയും അശ്വത്ഥാമാവ് വധിച്ചിരുന്നു. അപ്രകാരം വധിച്ചിട്ട് അവരുടെ കുലം തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയിലായിരുന്നു. ഉത്തര ആ സമയത്ത് ഗർഭവതിയായിരുന്നു. ആ ഗർഭത്തിലുള്ള ശിശുവിനെയും വധിക്കുവാൻ വേണ്ടി അശ്വത്ഥാമാവ് ശ്രമിച്ചു. എന്നാൽ ഭഗവാൻ ആ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ചു. അതൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പാരായണം ചെയ്തു. അപ്രകാരം രക്ഷിക്കപ്പെട്ട ആ സന്താനം ഉണ്ടായി. ആ സന്താനം ഉണ്ടായപ്പോഴുള്ള സന്തോഷത്തിൽ യുധിഷ്ഠിരർ ധർമ്മപുത്രർ ചെയ്യുന്ന ദാനത്തെയാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിലൂടെ പരാമർശിച്ചത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഹിരണ്യം ഗാമഹീം ഗ്രാമാൻ ഹസ്ത്യശ്വാൻ നൃപതിർവരാൻ പ്രാതാസ്വന്നം ച വിപ്രേഭ്യ പ്രജാതീർത്ഥേ സതീർത്ഥവിത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.